ശ്രീ E.K. വിജയൻ, അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സർ, നമ്മുടെ ധനകാര്യമന്ത്രി കേരള ധനകാര്യ ബില്ല് സബ്ജക്ട് കമ്മിറ്റി പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടേ അതിനെ പിന്താങ്ങുന്നു. ബജറ്റിൻ്റെ ഭാഗമായി നികുതി നിർദ്ദേശം കാലോചിതമായ മാറ്റത്തോടുകൂടി അവതരിപ്പിക്കുകയാണ് ഈ ബജറ്റിൽ ചെയ്തത്. നികുതി വർധനവ് മാത്രമല്ല, നികുതി കുറയ്ക്കലും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നതാണ് സവിശേഷത. ഇവിടെ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് കാലാനുസൃതമായ ഒരു ചെറിയ മാറ്റം വരുത്തുന്നതിന് ബഹുമാന്യനായ ജഡ്ജ് V.K. മോഹൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തെളിവെടുപ്പ് നടത്തി. അത് വക്കീൽമാരുടെ സംഘടനയുമായും വക്കീൽ ഗുമസ്തന്മാരുടെ സംഘടനയായും ഒക്കെ ചർച്ച നടത്തി പഠനം നടത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ്. അതേപോലെ ടൂറിസം പ്രമോഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 10% കുറവ് വരുത്തുന്ന നിർദ്ദേശം കൂടിയാണ് ഈ ബില്ലിലുള്ളത് എന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി സൂചിപ്പിച്ചു. ബില്ലിൽ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കാരിയർ കോൺട്രാക്ടർ സിസ്റ്റത്തിലും പൊതുവാഹനങ്ങളിലും അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. GST VAT നിയമത്തിൻ്റെ ഭാഗമായി അതിനെ മറികടക്കാൻ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി ചില കള്ളക്കടത്തുകൾ, അത് ഡീസലിൻ്റെ കാര്യത്തിലാവാം, മറ്റു ചില മേഖലകളിലും നടത്തുന്നതിൻ്റെ ഭാഗമായി അത്തരം വാഹനങ്ങൾ കണ്ടുകെട്ടാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി വരുന്നു. ഈ രീതിയിലാണ് നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ ബജറ്റ് അവതരിപ്പിക്കുകയും ആ നിർദ്ദേശങ്ങൾ എന്ന നിലക്ക്, ആ പരിഷ്കാരങ്ങൾ എന്ന നിലക്ക് ഈ ബില്ലിലൂടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സർ, ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ കേരളം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അതൊക്കെ ഒരു ജനകീയ ഗവൺമെൻറ് എന്ന നിലക്ക് ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജനകീയ പിന്തുണയോടെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമം നടത്തിയത്. ഗവൺമെൻറ്റിൻ്റെ ശ്രമം പൂർണ്ണമായി വിജയിപ്പിക്കുവാനും കേരളീയ സമൂഹമാകെ, മലയാളികളാകെ ഒരുമിച്ച് നിന്നതിൻ്റെ ഭാഗമായി കഴിയുകയും ചെയ്തു. ഇപ്പോൾ അതിവേഗ സാമ്പത്തിക വളർച്ചയുടെ പാതയിലേക്കാണ്, ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് കേരളം കടന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ പുതിയ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചു, ധനകമ്മിയും റവന്യൂ കമ്മിയും കുറഞ്ഞു. തനത് വരുമാനം കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് 70% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെയും അതിന് സഹായിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, നാം ഒരു നവകേരള സൃഷ്ടിയിലാണ്. സർ, ഫെഡറൽ സംവിധാനം തന്നെ തകർക്കുന്ന നിലയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ ഈ ഗവൺമെൻറ്റിന് ലഭിക്കേണ്ടുന്ന GST വിഹിതം ഉൾപ്പെടെ മറ്റു ഉപരോധങ്ങൾ സൃഷ്ടിച്ചപ്പോൾ കേരളം അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും എല്ലാം ഡൽഹിയിൽ സമരത്തിന് പോയി. അന്ന് അത് കേൾക്കാനോ ശ്രദ്ധിക്കാനോ കേരളത്തിലെ UDF താല്പര്യം കാണിച്ചില്ല. അവരോടാണ് ആദ്യം പറഞ്ഞിരുന്നത് ഇത്തരൊരു സമീപനം നമുക്ക് കൈക്കൊള്ളണമെന്ന് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി. പക്ഷെ എന്നാൽ അവിടെ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം കർണാടകയിൽ നിന്ന് കുറച്ച് പേർ വന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തിയ അനുഭവം ഉണ്ടായി. തുടർന്ന് ആ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ ഇന്ത്യയിലെ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് BJP-യുടെ ഈ സമീപനത്തിനെതിരെ ആശംസകൾ അർപ്പിക്കാനൊക്കെ വന്നിരുന്നു ഒട്ടേറെ മുഖ്യമന്ത്രിമാരും ഒക്കെ തന്നെ. എന്നാൽ ഇപ്പോൾ ഇന്നലെ ധനകാര്യമന്ത്രിയോട് സൂചിപ്പിച്ചു തെലങ്കാനയുടെ അനുഭവം. തെലങ്കാന നിയമസഭയിൽ അവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ് ശമ്പളം കൃത്യമായി തരാൻ കഴിയാത്ത സാഹചര്യം വന്നിട്ടുണ്ട് എന്ന്. അന്ന് തെലങ്കാനയിൽ ഭരണരംഗത്തേക്ക് എത്തിയിരുന്നില്ല. ഈ പ്രശ്നം ഇപ്പോൾ അവർ പ്രതിസന്ധിയിലേക്ക് നേരിടുകയാണ്. അങ്ങനെയൊരു അവസ്ഥയിലേക്ക് തെലങ്കാന പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ. അവിടെയും ഇതെല്ലാം പരിഹരിക്കേണ്ടതാണ്. പക്ഷേ എന്താണ് BJP എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായാണ് തെലങ്കാന ഇപ്പോൾ പ്രയാസപ്പെടുന്ന സാഹചര്യമെന്ന് തുറന്ന്
ആ നിയമസഭയിൽ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു. അതോടൊപ്പം ഇവിടെ സ്റ്റാലിനെ നോക്കിക്കൊണ്ട് ഭരണം നടത്തണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അന്നത്തെ ആ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിനൊന്ന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടുത്തെ മുഴുവൻ എംപിമാരും ആ സമരത്തിൽ പങ്കാളികളാകാൻ അവിടെ വന്നിരുന്നു. മാത്രമല്ല പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ സമരത്തിൽ അവർ പങ്കെടുക്കാൻ വന്നത് എന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൽ LDFും പ്രഖ്യാപിക്കുന്നു, കേരളം തകരില്ല, തകർക്കാൻ അനുവദിക്കില്ല. അതിൻ്റെ ഭാഗമായാണ് ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 70% വർധനവ് നമുക്ക് തനത് വരുമാനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ്. അതിൻ്റെ ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഈ ബില്ല് എന്ന് സൂചിപ്പിക്കട്ടെ. എന്നാൽ നമ്മളറിയണം, ഇവിടെ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, വയനാട്ടിലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. പാർലമെൻറ്റിനകത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക്, വൻകിടക്കാർക്ക് 8.26 ലക്ഷം കോടി രൂപയാണ് സാർ എഴുതി തള്ളിക്കൊടുത്തിട്ടുള്ളത്. കോടാനുകോടി ജനസംഖ്യയുള്ള രാജ്യത്ത്, പട്ടിണി പാവങ്ങളുള്ള ഈ രാജ്യത്ത്, ദാരിദ്ര്യം കൊണ്ട് മരിക്കുന്ന ഒരു രാജ്യത്ത് പാവപ്പെട്ട മനുഷ്യൻ്റെ കാര്യങ്ങൾ പറയുവാനും അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരാനുള്ള സമീപനവും ചെയ്യാതെയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് ഇത്രയേറെ അവരുടെ കടം എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിച്ചത്. കേരളം ചെയ്തത് എന്താണ്? അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റണമെന്ന പ്രഖ്യാപിത നയം ഇവിടെ നടപ്പിലാക്കി. 2 ഗവൺമെൻറ്റുകളിലെ താരതമ്യം ചെയ്യാൻ അതുമാത്രം പോരെ. ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ 5 സെൻറ്റിൽ 10 സെൻറ്റിൽ താമസിക്കുന്നവന് സർഫാസി ആക്ട് നിയമം നടപ്പിലാക്കുന്ന നിലപാട് സ്വീകരിച്ച കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർക്ക് പണം എഴുതിത്തള്ളാനുള്ള അവസരവും ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനാധിപത്യത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന നിലപാടിൻ്റെ വിരോധാഭാസം നിങ്ങൾ കാണേണ്ടതല്ലേ? ആ ഒരു സമീപനമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എടുക്കുന്നത്. അതിലാണ് എത്ര ഞെരുക്കിക്കൊല്ലാൻ ശ്രമിച്ചാലും ഞങ്ങൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മലയാളികളെ കൂട്ടിപ്പിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം എന്ന ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നത്, യാഥാർത്ഥ്യബോധത്തോടെ മുന്നോട്ട് പോകുന്നത്. സാർ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടന്ന് പ്രതീക്ഷയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രകടമായ നിലപാടിലാണ് ഈ ബജറ്റിലൂടെയും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി കേരളത്തെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നത്. സാർ, കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത അവഗണന, സാമ്പത്തിക ഉപരോധവും ചരക്ക് സേവന നികുതി പോലുള്ള വരുമാന കേന്ദ്രീകൃത നീക്കങ്ങളുമായാണ് സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ പ്രധാന കടമകൾ നിർവഹിക്കുന്നത്. 2020-21 തനത് നികുതി വരുമാനം 47,660 കോടി രൂപയായിരുന്നത് നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും 81,000 കോടി രൂപയാകും. 4 വർഷം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 70% വർധനവ്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്ത് നടപ്പിലാകില്ല എന്ന് തീരുമാനിച്ച എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അത് ദേശീയപാത മുതൽ എല്ലാ പ്രശ്നങ്ങളെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി എടുക്കാൻ പണം കൊടുക്കേണ്ടി വന്നത്. 6 ലക്ഷം കോടിയാണ് എന്നത് ഏകദേശം 7 ലക്ഷം കോടിയിലേക്ക് അത് വരികയാണ്. അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഭാവി തലമുറയെ കണ്ടുകൊണ്ട്, ഇനി പിറക്കാൻ പോകുന്ന കുട്ടികളെ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു സമീപനം എടുത്തിട്ടുള്ളത്. സർ, ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരോഗ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, ഓരോ ശിശുരോധനത്തിലും കേൾപ്പൂ ഞാൻ 1 കോടി ഈശ്വര വിലാപം. അതേ ശബ്ദത്തിൽ എനിക്കത് പാടാൻ കഴിയില്ല, മസൂദ് നായരുടെ ശബ്ദത്തിൽ. പക്ഷേ അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. അതിനെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ആരോഗ്യ മേഖലയിൽ പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും കേരളത്തെ നോക്കിക്കണ്ടുകൊണ്ട് അവിടെ ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, ലോകത്തിലെ ഒരു രാജ്യത്തും ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേരളത്തിലേക്ക് നമ്മുടെ മലയാളികൾ തിരിച്ചു വരികയാണ് ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ സർക്കാർ ആശുപത്രികളിലും നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലും എന്ന് സൂചിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ മാറ്റം എന്താണ്? ഒരു പുതിയ നവകേരളം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പാതയുടെ വഴിയിലാണ് ഇത് കാണുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനകാര്യ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന നിർദ്ദേശത്തെ അനുകൂലിച്ചുകൊണ്ട് നിർത്തുന്നു.